പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കോതമംഗലത്ത് വമ്പിച്ച സ്വീകരണം നൽകി. യു.ഡി.എഫ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടികൾ. ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ടെന്ന് യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. കോതമംഗലം നഗരത്തെ ആവേശഭരിതമാക്കിയ സ്വീകരണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നൽകിയത്. സ്വീകരണ പരിപാടികളിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കാലമേ നിന്റെ വഴികളിൽ വെളിച്ചമായുദിച്ചുയർന്നിതാ, പുതുലോകമേ ഇരുണ്ട നാളിലും പ്രതീക്ഷയായി നയിച്ചൊരാശയം. സഹചരേ സഹനപാതയിൽ സമരമായി ജ്വലിച്ചുയർന്നു നാം, പതിതരെ പിറന്ന മണ്ണിൽ നാം ശിരസ്സുയർത്തി നിൽക്കയായിതാ. വിലങ്ങുകൾ തകർത്ത നാളുകൾ, വിശപ്പുതീർത്തൊരഗ്നിയിൽ എരിഞ്ഞ ഭ്രഷ്ടുകൾ, മുഷ്ടിതൻ കരുത്തിലെത്ര കൽത്തുറങ്കുകൾ തുറന്ന് നീതിതൻ തുറസ്സിലെത്തി നമ്മൾ തോഴരെ. അഹിംസയെന്നൊരായുധം തുരുമ്പെടുക്കുമോ? മൂർച്ചയുള്ള വാക്കുകൾ മരിച്ചു പോകുമോ? നീതികേടുകൾ ചെറുത്തു നേരിനായി അടർക്കളത്തിൽ വീണുപോയവർക്കുയിർ കൊടുത്ത ബോധമേ. വെറുപ്പിനാൽ മനുഷ്യരെ മുറിച്ചു ഫാസിസം, വിഷം നിറച്ച വാക്കുകൾ മുടിച്ചു ഭാരതം. സ്നേഹമെന്നൊരൗഷധം പകർന്നു തന്നൊരാശയം പുനർജനിച്ചു പുതുയുഗത്തിൻ പിറവിയായിതാ. ജാതി വർഗ വർണ്ണഭേദമില്ല നമ്മളിൽ, മൂന്നു വർണ്ണരാശിയിൽ കൊരുത്ത മാലകൾ. കെട്ടകാലമെങ്കിലും നമുക്കു മോചനത്തിനായി പാടിടാം മതേതരത്വ ശാന്തിഗീതമേ. വരികയായി കർമ്മധീരരെ, സമരകാഹളം മുഴക്കി നീങ്ങിടാം. അരികിലായി പുതിയ പുലരിയും, ഇനി ഒരുമയോടെ മുന്നിലേക്കു നാം. കൗമാരമേ സമരവീര്യമേ, അമരഗാഥകൾ രചിച്ച കാലമേ. ഇവിടെ യാത്രയിൽ സമരപാതയിൽ അഭിമാനമോടുയർത്തുമീ കൊടി. സ്വീകരണ സമ്മേളനം പി.ജെ. ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി ടി.യു. കുരുവിള അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് എം.പി., അനൂപ് ജേക്കബ് എം.എൽ.എ., യു.ഡി.എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം, യു.ഡി.എഫ് നിയോജക മണ്ഡലം കൺവീനർ എം.എസ്. എൽദോസ്, നേതാക്കളായ മുഹമ്മദ് ഷിയാസ്, മുഹമ്മദ് ഷാ, എൻ.വി.സി. അഹമ്മദ്, ഇ.എം. മൈക്കിൾ, എ.ജി. ജോർജ്, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, കെ.പി. ബാബു, അബു മൊയ്തീൻ, എബി എബ്രഹാം, പി.കെ. മൊയ്തു, ഇബ്രാഹിം കവല, പി.എം. സക്കറിയ, എ.ടി. പൗലോസ്, മാത്യു ജോസഫ്, എ.സി. രാജശേഖരൻ, ഭാനുമതി രാജു, ജെസ്സി സാജു, പ്രിൻസ് വർക്കി, പി.സി. ജോർജ്, എൽദോസ് കീച്ചേരി, ജോർജ് അമ്പാട്ട്, ജോമി തെക്കേക്കര, അനൂപ് എ.ജി., അജി പി.ആർ., റഷീദ്, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ആളുകളെയും മറന്നുപോയതിന്റെ കഥകളാണ് കേരള ജനത കഴിഞ്ഞ കാലങ്ങളിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ പ്രകടനത്തിലൂടെ നാടിന് മുൻപിൽ പ്രദർശിപ്പിച്ചത്. കോതമംഗലത്ത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചത്, നമ്മളെല്ലാവരും പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫൈനൽ പോരാട്ടമാണ് എന്നാണ്. ഫൈനൽ വിജയിക്കണമെങ്കിൽ സെമി ഫൈനലിൽ നല്ല വിജയം കരസ്ഥമാക്കണം. നമുക്കറിയാം, കേരളത്തിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിൽ സംശയമില്ല, ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഏറ്റവും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയത് ഈ കോതമംഗലമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. 100-ൽ 100 വിജയമാണ്. വാണിജ്യ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിരമിക്കൊരുകൂടി നേതാക്കന്മാരോട് വന്നിട്ടുണ്ട്. എനിക്കൊക്കെ ഇനി പറയാൻ സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട്
കേരള കോൺഗ്രസ് തുടങ്ങിയ നാളിൽ മുതൽ കേരള കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. ഇടയ്ക്ക് അത് മാറിയെങ്കിലും അത് പറഞ്ഞു. ഏതായാലും ഈ സീറ്റ് ഒരു കാരണവശാലും കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കരുത് എന്ന് മാത്രമേ അഭ്യർത്ഥിച്ചുകൊണ്ട് കോതമംഗലത്ത് ലഭിച്ച ഉജ്ജ്വല സ്വീകരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്കെതിരെ അതിശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത കെട്ടിവെച്ചിട്ടാണ് അവർ പണിയാറുള്ളത്. 10,000-കണക്കിന് കോടി രൂപയുടെ വേറെ ബാധ്യത ഇഷ്ടംപോലെ. നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ തകർച്ച സാധാരണക്കാരന്റെ ജീവിതത്തിലുണ്ടാവും. ഞാൻ കരുതുന്നത് കേരളത്തിൽ ഇതുപോലെ ജപ്തി നോട്ടീസുകൾ പ്രവർത്തിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. ജപ്തി നടപടികളാണ്, ആളുകൾ കടക്കണിയിലാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി ഇടപെടൽ നടത്തേണ്ട, മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് ഗവൺമെന്റ് കൊടുക്കാവുന്ന കോടികളാണ്. ആശുപത്രികളിൽ മരുന്നില്ല, മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. നമ്മുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് നിങ്ങൾക്കറിയോ? 50,000 കോടി രൂപയുടെ കടത്തിലാണ്. എത്ര പറ്റിയും 4 പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കിട്ടിയത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർ കൂടി കൊടുക്കാനുള്ള 1 ലക്ഷം കോടിയാണ്. നമ്മൾ ഇനി വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മളിനി അധികാരത്തിലേക്ക് വരുന്ന മുന്നണി കൂടിയാണ്, അല്ലേ? അപ്പൊ എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് വിജയിക്കും. എവിടെയെല്ലാമാണ് ഇവർ കേരളത്തെ തകർക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.